കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഫെമിനിച്ചി ഫാത്തിമയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രമേയം. കുറച്ചു കാലത്തിന് ശേഷമാണ് ഒരു മലയാള സിനിമ കണ്ടിട്ട് എനിക്ക് ഇത്രയധികം സന്തോഷം തോന്നിയത്. എവിടെയും ഒട്ടും ലാഗിയില്ല, ആൾക്കാരെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. തിയേറ്റർ മൊത്തം കൈയടിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും അത് എത്രത്തോളം അവരിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. 2024 കണ്ടല്ലോ ഏറ്റവും നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു. നല്ല രീതിക്ക് പൊളിറ്റിക്സ് പറഞ്ഞു. ഫെമിനിറ്റി ഫാത്തിമ ഈസ് ദി ഫസ്റ്റ് പൊസിഷൻ ഇൻ ദിസ് ഫിലിം മേള. എത്ര സമയമാണെന്ന് നോക്കാതെ കയറിയത്, അത് കഴിയില്ലേ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആണ്, ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. അപാരമായ ഒരു കാസ്റ്റിംഗ് ആണ്. ഒരു കഥാപാത്രം അവിടെ അനാവശ്യമായിട്ടില്ല എന്നുള്ളത്. ഫെമിനിസ്റ്റുകളായ സ്ത്രീകളെ കളിയാക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫെമിനിച്ചി എന്നത്. കളിയാക്കലുകൾക്കപ്പുറം സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കാൻ ഇത്തവണത്തെ IFFKയിൽ ഒരു ഫെമിനിച്ചി ഉണ്ട്, ഫെമിനിച്ചി ഫാത്തിമ. എങ്ങനെയാണ് ഫാത്തിമ ഫെമിനിച്ചി ആയതെന്ന് നോക്കാം. എങ്ങനെ ഫെമിനിച്ചി ഫാത്തിമ ആയി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ ഒരു ഫെമിനിസം. പിന്നെ ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കാണുന്ന ഒരു ക്യാരക്ടറാണ്. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളെ കളിയാക്കാണ്, നീ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി, ഞാൻ തരുന്നത് കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ട്, അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഫെമിനിച്ചി ഫാത്തിമ നടക്കുന്നത് പൊന്നാനിയിലെ ഒരു വീട്ടിലാണ്. ഒരു സാധാരണ ഒരു വീട്ടമ്മ അവരുടെ ലൈഫിലെ എല്ലാ എങ്ങനെയാണ് അപ്ഡേഷൻ പോകുന്നത് അറിയാത്ത, അപ്ഡേഷൻ താഴ്ചയൊന്നും അറിയാത്ത രീതിയിൽ നോർമലി ഇങ്ങനെ ഒരു ന്യൂട്രലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ഫെമിനിച്ചി ഫാത്തിമമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം വന്നത് ഈ ടൈറ്റിലായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്, ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. നിങ്ങളെല്ലാം കണ്ടു പരിചയമുള്ള ഒരു ഫാത്തിമയാണ്. പക്ഷെ നിങ്ങളും ചിന്തിക്കും ഈ സിനിമ കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫാത്തിമയെ എൻ്റെ വീട്ടിലുണ്ടാക്കി. യാദൃശികമായിട്ടാണ് ഇതിന്റെ സംവിധായകൻ ഫാസിൽ എന്ന് പറയുന്ന ആള്, നമ്മളൊക്കെ പറയല്ലോ നിമിത്തം എന്നൊക്കെ പറയല്ലോ, ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉസ്താദ് എന്നുള്ളൊരു വേഷം ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് റോഡിലൂടെ പോകുന്ന ഉസ്താക്കന്മാർ ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ ജീവിതാനുഭവങ്ങളോ അവരുടെ ചുറ്റുപാടുകളോ അവരുടെ മാനറിസങ്ങളോ അവരുടെ ലൈഫിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും. നമ്മൾ മനസ്സിലാക്കിയതാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് ആ ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ അവിടേക്ക് എത്തിപ്പെട്ടത്. തീർച്ചയായും ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് കൊടുക്കുന്നത് എൻ്റെ ഡയറക്ടർ ഫാസിലിനാണ്. ഗംഭീര അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ തിയേറ്ററിൽ ഉറപ്പിരുന്ന പടം കണ്ടുണ്ടായി. ഫാത്തിമ ഇപ്പോൾ വിഷമം വരുമ്പോൾ അവർക്ക് വിഷമം വരുന്നുണ്ട്, ഫാത്തിമ ചിരിക്കുമ്പോൾ അവർക്ക് സന്തോഷം വരുന്നുണ്ട്. ഫാത്തിമയുടെ ഓരോ നല്ല മൊമെൻറ്റ്സും അവർ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എഴുതി വെച്ച ഒരു സാധനം അത് അവിടെ ഇങ്ങനെ വർക്കായി വരുന്നതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ പുരുഷന്മാരും ഉണ്ട്. ഒരു സ്ത്രീ ഈവൻ ഒരു 10 രൂപ പോലും കയ്യിൽ സ്വന്തമായിട്ട് എടുക്കാൻ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയൊക്കെയാണ് സിനിമ സംസാരിക്കപ്പെടുന്നത് പല രീതിയിൽ. ഇവിടുത്തെ ഒരു വൈബും ഈ ആളുകളും ജനങ്ങളും പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസിൻ്റെ റെസ്പോൺസും ദേ ആർ ഓൾ വെരി ഹാപ്പി. ഈവൻ Q&A സെക്ഷൻ ഓൾസോ എല്ലാം ഭയങ്കര രസമായിട്ട് പോയി. ഐ ആം സോ ഹാപ്പി. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളോട് പറയുകയും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം, എനർജി, അതിങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു. എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. ഫെമിനിസം ഈസ് ബ്യൂട്ടിഫുൾ. അത് ആണായാലും പെണ്ണായാലും ഇറ്റ്സ് വെരി വെരി നൈസ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ സിനിമ ഒക്കെ ഒരുപാട് മുന്നേ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കേണ്ട സിനിമയാണ്. പക്ഷെ ഇപ്പോൾ വന്നത് കറക്റ്റ് ടൈമാണ്. ഇത് അനുഭവിച്ചവർക്കും ഇനി അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്.